2 ദിവസങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് നിന്നും നമ്മളെല്ലാവരും വളരെയധികം ഞെട്ടിപ്പിക്കുന്നൊരു വാർത്ത കേട്ടത്. വെറും 18 വയസ്സ് മാത്രം പ്രായമുള്ള +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി മരണപ്പെട്ടു പോയി എന്നുള്ള ഒരു വാർത്തയായിരുന്നു അത്. മറിയം ജുമൈല എന്ന് പറയുന്ന പെൺകുട്ടി മരണപ്പെട്ടത് തൻ്റെ സ്വന്തം പിതാവിൻ്റെ കൈകളാലായിരുന്നു. ആ പെൺകുട്ടി പിടഞ്ഞു വീണതാകട്ടെ തൻ്റെ സ്വന്തം ഉമ്മയുടെ കൺമുന്നിൽ വെച്ചുകൊണ്ടായിരുന്നു. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പൂർണ്ണ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. 2 പേരുടെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നിരിക്കുന്നു. അന്ന് കൊല്ലപ്പെട്ടത് മറിയം ജുമൈല മാത്രമായിരുന്നില്ല. മറിയം ജുമൈലയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവും അന്ന് ഈ മനുഷ്യൻ്റെ കൈകളാൽ കൊല്ലപ്പെട്ടിരുന്നു. നമുക്കത് പറയുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞു വയ്ക്കാം. ഈ ഒരു സംഭവം നടന്ന സമയത്ത് ഈ ഒരു വാർത്ത ചില ആളുകൾ അത് മറ്റൊരു തരത്തിലേക്ക് അതിനെ വഴിതിരിച്ചു വിട്ടു എന്നുള്ളതാണ്. അതായത് ഈ ഒരു സംഭവം നടന്നതിന് തൊട്ടു പിന്നാലെ ആദ്യം വന്ന വാർത്തകളുടെ തലക്കെട്ടുകൾ ലഹരിക്കടിമയായ പിതാവ് തൻ്റെ സ്വന്തം മകളെ വെട്ടിക്കൊലപ്പെടുത്തി എന്നുള്ള തലക്കെട്ടുകളായിരുന്നു കാണാൻ സാധിച്ചത്. ഈ പറയപ്പെടുന്ന വ്യക്തി, അതായത് ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹം ലഹരിക്കടിമയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അദ്ദേഹം ലഹരിക്കടിമയാണെന്നും അദ്ദേഹം സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും ആ നാട്ടുകാരും ബന്ധുക്കളുമൊക്കെ കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. പക്ഷെ ആ ലഹരിയിൽ തൻ്റെ മകളെ അതിക്രൂരമായി കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നില്ല ഈ പറയപ്പെടുന്ന ഈ ഉമർ ഫാറൂഖ് എന്ന് പറയുന്ന മനുഷ്യൻ്റെ ലക്ഷ്യം. സ്വത്ത് തർക്കത്തിലും കുടുംബ വഴക്കിലും പ്രശ്നങ്ങളുമൊക്കെ കാരണം ഈ മനുഷ്യൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരിയുടെ ഭർത്താവിനെ അതിൻ്റെ പേരിൽ ആക്രമിക്കുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അത്തരത്തിൽ അയാൾ ആക്രമിക്കുന്ന സമയത്താണ് അവിടേക്ക് ഈ പറയപ്പെടുന്ന മകൾ കടന്നു വരുന്നത്. ആ പൊന്നുമോൾ സ്കൂൾ വിട്ട് വന്ന മകളാണ്. തൻ്റെ പിതാവ് ഈ മനുഷ്യനെ ആക്രമിക്കുന്ന സമയത്ത് അതിനെ തടുക്കാൻ ചെന്നതാണ് ഈ മകൾ. പക്ഷെ പിന്നീട് തൻ്റെ സ്വന്തം പിതാവിൻ്റെ കൈകളാൽ തന്നെ ഈ കുട്ടിക്ക് വിട്ടേൽക്കുകയാണ്. തൻ്റെ ഭാര്യയും മകളും സ്വത്തുമെല്ലാം തനിക്ക് നഷ്ടപ്പെടുമെന്നുള്ള തോന്നലാണ് ഈ ഒരു ആക്രമണത്തിന് തന്നെ പ്രേരിപ്പിച്ചത് എന്നായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉമറുൽ ഫാറൂഖ് പോലീസിന് മുന്നിൽ രേഖപ്പെടുത്തിയ മൊഴികളെന്ന് പറയുന്നത്. ഇതോടൊപ്പം ഈ ഒരു ആക്രമണം നടത്താൻ വേണ്ടി ഇദ്ദേഹം മുൻകൂട്ടി പദ്ധതിയിട്ടതായി സൂചനയുണ്ട് എന്നും പോലീസ് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അന്ന് ആ ഒരു ആക്രമണത്തിൽ 2 പേരായിരുന്നു കൊല്ലപ്പെട്ടത്. ഒന്ന് മറിയം ജുമൈല എന്ന് പറയുന്ന 18 വയസ്സുള്ള ആ മകളും അതോടൊപ്പം മറിയം ജുമൈലയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവായിട്ടുള്ള ഷേഖുഞ്ഞി എന്ന് പറയുന്ന മനുഷ്യനും മരണപ്പെട്ടു. വെട്ടേറ്റ് രക്തത്തിൽ കുളിച്ച് കിടക്കുന്ന മറിയം ജുമൈലയെ അവിടെയുള്ള നാട്ടുകാരൊക്കെ ഓടിക്കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചുവെങ്കിലും മകൾ മരണപ്പെട്ടു പോവുകയാണ്. ഈ ഷേഖുഞ്ഞി എന്ന് പറയുന്ന മനുഷ്യന് അദ്ദേഹത്തിൻ്റെ കാലിനായിരുന്നു വലിയൊരു മുറിവുണ്ടായിരുന്നത്. ആക്രമിക്കുന്നതിൻ്റെ ഭാഗമായിട്ടുണ്ടായ ആ ഒരു മുറിവിൽ നിന്നും വലിയ രീതിയിൽ രക്തം ഇങ്ങനെ ചോർന്നൊലിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതിനൊന്നും വകവയ്ക്കാതെ അതിനൊന്നും കാര്യമാക്കാതെ ഈ മനുഷ്യൻ രക്തമിങ്ങനെ കാലോടെ ഒലിച്ചു പോവുകയാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കുന്നില്ല. അദ്ദേഹം ഈ പറയപ്പെടുന്ന മറിയം ജുമൈലയുടെ കൂടെ ആശുപത്രിയിലേക്ക് പോകുന്നു. അങ്ങനെ ആ രക്തം ചോർന്നൊലിച്ച് പിന്നീട് ഹൃദയാഘാതം മൂലം ഈ മനുഷ്യൻ മരണപ്പെട്ടു പോവുകയാണ്. നോക്കി 2 പേരുടെയും ആ മകളുടെയും ഈ മനുഷ്യൻ്റെയും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിക്കുമ്പോൾ നമ്മുടെ ഹൃദയം പിടഞ്ഞു പോകും. കാരണം അത്രത്തോളം ആക്രമണം ഈ 2 പേർക്കും സംഭവിച്ചു എന്നുള്ളതാണ്. ഹൃദയധമനിയിലുണ്ടായ ആഴത്തിലുള്ള മുറിവാണ് ജുമൈലയുടെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ആ പൊന്നുമോൾക്ക് എത്രത്തോളം ആഴത്തിലുള്ള മുറിവാണ് സംഭവിച്ചു എന്നുള്ളത്. ആ പൊന്നുമോൾ എന്തുമാത്രം വേദന സഹിച്ചിട്ടുണ്ടാകും. അതും തന്നെ സ്വന്തം ഉപ്പയുടെ കൈകളാലാണ് ആ പൊന്നുമോൾ മരണപ്പെട്ടു പോകുന്നത്. ഇതിൽ ബന്ധു ഷെയ്ഖ് അബ്ബയുടെ മരണത്തിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലതു തുടയിൽ ആഴത്തിലുണ്ടായ മുറിവിൽ നിന്നും രക്തം വാർന്നു പോയതും തുടർന്നുണ്ടായ ഹൃദയാഘാതവുമാണ്. ഇയാൾ ലഹരിക്ക് അടിമയായിരുന്നു. ലഹരിയുടെ ഭാഗമായിട്ട് പലപ്പോഴും കുടുംബങ്ങളിൽ ഇയാളും ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്ന മനുഷ്യനും അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ എപ്പോഴും വഴക്കായിരുന്നു. ലഹരിയെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടതില്ലല്ലോ. മനുഷ്യരല്ലാതാക്കി മാറ്റുന്ന, മൃഗത്തേക്കാൾ അധപതിച്ചു ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുന്ന ഒരു വസ്തുവാണ് ലഹരി. ആ ലഹരി തലക്കടിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ മനുഷ്യൻ എന്താണ് പ്രവർത്തിക്കുന്നത്, ആ മനുഷ്യൻ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതിനെക്കുറിച്ച് അവന് തന്നെ വ്യക്തമായ ഒരു ബോധ്യമുണ്ടാവില്ല. അങ്ങനെ ഇയാൾ ഗൾഫിലൊക്കെ പോയിരുന്നു. അവിടെയും ഇത് തന്നെയായിരുന്നു ഇയാളുടെ പ്രധാനപ്പെട്ട ജോലി. അവിടെയും ലഹരിയുടെ ആ ഉപയോഗം കാരണം ആ ജോലി നഷ്ടപ്പെട്ട് തിരിച്ച് നാട്ടിലേക്ക് മടങ്ങി വരികയാണ്. എന്നിട്ടും അയാൾ നിർത്താൻ തയ്യാറായില്ല. അങ്ങനെ ഇയാളുടെ ഈ ഒരു അമിതമായ ലഹരിയുടെ ഉപയോഗം കാരണത്താൽ ഈ പറയപ്പെടുന്ന ഉമറുൽ ഫാറൂഖും അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഭാര്യയും തമ്മിൽ പലവിധത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മറിയം ജുമൈലയുടെ ഉമ്മയും കൂടി ഈ പറയുന്ന ഷെയ്ഖുഞ്ഞിയുടെ വീട്ടിലേക്ക്, അതായത് മറിയം ജുമൈലയുടെ ഉമ്മയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഇവർ താമസം മാറുകയാണ്. അതുമാത്രമല്ല, ഈ പറയപ്പെടുന്ന മനുഷ്യൻ എനിക്ക് വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ടവർ വിവാഹമോചനത്തിനുള്ള നീക്കങ്ങളും തുടങ്ങി. ആ സമയത്താണ് ഷെയ്ഖുഞ്ഞിയുടെ വീട്ടിൽ വെച്ചുകൊണ്ട്
ഈ കുടുംബ പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം കണ്ടെത്താനും അതോടൊപ്പം പരസ്പരം സംസാരിച്ച് വിഷയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും വേണ്ടിയിട്ട് ഇവരെല്ലാവരും കൂടി ചേർന്ന് അവിടെ ഒരു ചർച്ചയ്ക്ക് തയ്യാറായത്. പക്ഷേ ആ ചർച്ചയ്ക്കൊടുവിൽ അവസാനം കലാശിച്ചത് 2 കൊലപാതകങ്ങളിലേക്കായിരുന്നു. ഈ ഉമറുൽ ഫാറൂഖ് എന്ന് പറയുന്നവന് കുടുംബ സ്വത്തായിട്ട് 10 സെന്റ് സ്ഥലമുണ്ട്. കല്യാണത്തിന് ശേഷം ഈ സ്ഥലം ഇയാളുടെ ഭാര്യയുടെ പേരിൽ എഴുതി കൊടുത്തിരുന്നു. ആ സ്വത്ത് എനിക്ക് തിരികെ വേണമെന്നും തൻ്റെ മകളെ വേണമെന്നും പറഞ്ഞുകൊണ്ടാണ് ഇയാളുടെ പ്രശ്നങ്ങൾക്ക് തുടക്കമിടുന്നത്. പക്ഷെ ഒരു കാരണവശാലും അത് ഞാൻ തരില്ല എന്നും എൻ്റെ മകളുടെ മുന്നോട്ടുള്ള ഭാവിക്ക് വേണ്ടി അതെനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ സഹോദരി രംഗത്ത് വരികയാണ്. അതിന് പിന്തുണയുമായി ഷെയ്ഖുഞ്ഞിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയും കൂടി വന്നതോടുകൂടി ഇദ്ദേഹം പിന്നീട് വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ അവിടെ അഴിച്ചുവിടാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ആ മനുഷ്യന്റെ എടുത്തുചാട്ടത്തിൽ ഇല്ലാതായി പോയത് 2 ജീവനുകളായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ടാണ് നാടിനെ നടുക്കിയ ഇരട്ട കൊലപാതകം നടന്നത്. പ്രതി ഉമർ ഫാറൂഖിന്റെ മകൾ +2 വിദ്യാർത്ഥിനിയായ 18-കാരി ജുമൈല, ഭാര്യ സഹോദരിയുടെ ഭർത്താവ് 53 വയസ്സുള്ള ഷെയ്ഖുഞ്ഞി എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഷെയ്ഖുഞ്ഞിയുടെ വീട്ടിലാണ് കൊല്ലപ്പെട്ട ജുമൈലയും ഉമ്മ താഹിറയും താമസിച്ചിരുന്നത്. ഉമർ ഫാറൂഖും താഹിറയും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനായി ഇരുവരുടെയും ബന്ധുക്കൾ ഒത്തുകൂടിയിരുന്ന സമയത്താണ് വാക്കുതർക്കമുണ്ടായതും കൊലപാതകങ്ങളിൽ കലാശിച്ചതും. വിവാഹബന്ധം വേർപിരിയുന്നെങ്കിൽ തനിക്ക് കുടുംബസ്വത്തായി ലഭിച്ചതും പിന്നീട് ഭാര്യയുടെ പേരിലാക്കി മാറ്റിയതുമായ 10 സെന്റ് സ്ഥലം തിരിച്ച് എഴുതി തരണമെന്ന് ഉമർ ഫാറൂഖ് ആവശ്യപ്പെട്ടു. എന്നാൽ ഈ സ്വത്ത് മകളുടെ പഠനത്തിനും മറ്റും വേണമെന്നായിരുന്നു താഹിറയുടെ നിലപാട്. ഷെയ്ഖുഞ്ഞിയും ഈ ആവശ്യം ഉന്നയിച്ചതോടെ പ്രകോപിതനായ ഉമർ കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ഇയാളെ ആക്രമിക്കുകയായിരുന്നു. ഇതിനിടെ സ്കൂളിൽ നിന്നെത്തിയ മകൾ ജുമൈല തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് കഴുത്തിലും വയറ്റിലും കുത്തേറ്റത്. സംഭവ സമയത്തെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. ജുമൈലയെ ആദ്യം ഉപ്പളയിലെ ആശുപത്രിയിലും പിന്നീട് മംഗളൂരുവിലെ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ജുമൈലയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ ഷെയ്ഖുഞ്ഞിയും ഉണ്ടായിരുന്നെങ്കിലും കാലിലെ മുറിവിൽ നിന്ന് രക്തം വാർന്ന് അവശനായി. മംഗളൂരുവിലെ ആശുപത്രിയിൽ വെച്ച് അടുത്ത ദിവസം രാവിലെയാണ് ഇയാളും മരിച്ചത്. ഹൃദയധമനിയിൽ ആഴത്തിലുള്ള മുറിവാണ് ജുമൈലയുടെ മരണത്തിന് കാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം പ്രാഥമിക റിപ്പോർട്ടിലെ വിവരം. വലതു തുടയിൽ ആഴത്തിലുണ്ടായ മുറിവിൽ നിന്ന് രക്തം വാർന്നു പോയതും തുടർന്നുണ്ടായ ഹൃദയാഘാതവുമാണ് ഷെയ്ഖുഞ്ഞിയുടെ മരണത്തിന് കാരണമായത്. ആക്രമണം നടത്താൻ പ്രതി മുൻകൂട്ടി തീരുമാനിച്ചിരുന്നതായാണ് പോലീസിന് ലഭിച്ച സൂചന. പ്രതി പുതിയ കത്തി വാങ്ങി സൂക്ഷിച്ചിരുന്നതായി അന്വേഷണത്തിൽ കണ്ടെത്തി. മകളെയും സ്വത്തും നഷ്ടപ്പെടുമെന്ന തോന്നലാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. നമുക്ക് ഏതു കാര്യങ്ങളായിരുന്നാലും നമുക്ക് പരസ്പരം സംസാരിച്ച് സമാധാനത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാവുന്നതേ ഉള്ളൂ. ദേഷ്യവും എടുത്തുചാട്ടവും മുൻകോപവുമെല്ലാം ഒന്നിനും ഒരു പരിഹാരമല്ല. അത് നമുക്ക് ഗുണത്തേക്കാൾ ഏറ്റവും കൂടുതലും നഷ്ടം മാത്രമേ വരുത്തിവെക്കുകയുള്ളൂ. ഓരോ ജീവനും വിലപ്പെട്ടതാണ്. അത് നഷ്ടപ്പെട്ടു പോയതിനു ശേഷം അതിനെക്കുറിച്ച് പരിതപിച്ചിട്ടോ സങ്കടപ്പെട്ടിട്ടോ യാതൊരുവിധ കാര്യവുമില്ല. ആ പോയ ജീവൻ തിരിച്ചു വരികയുമില്ല.